നമസ്കാരം, ഗുരുവായൂർ ബൊട്ടീക്സ് ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം. സർവം കൃഷ്ണമയം. കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. ഇന്ന് ഇലക്ഷനൊക്കെയാണ്. അപ്പോൾ എല്ലാവരും വോട്ടൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഞങ്ങൾ ചെയ്യാൻ പോകുന്നേ ഉള്ളൂ. ഷൂട്ടൊക്കെ കഴിഞ്ഞിട്ടാണ് വോട്ട് ചെയ്യാനായിട്ട് പോകുക. അപ്പോൾ അതെല്ലാവരും ചെയ്യാട്ടോ. ഓരോരുത്തർക്കും ഉള്ള ഒരു അവകാശമാണ് കൃത്യമായിട്ട് വിനിയോഗിക്കുക. നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് അടുക്കളയെ കുറിച്ച് പറയാം കേട്ടോ. ഒരു വീട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട, വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് അടുക്കള എന്ന് പറയുന്നത്. നല്ല വൃത്തിയോടും വെടിപ്പോടും ഒക്കെ നമ്മൾ സൂക്ഷിക്കേണ്ട ഒരു സ്ഥലമാണ്. പൂജാമുറിയേക്കാൾ പ്രാധാന്യം അടുക്കളയ്ക്കുണ്ടെന്നാണ് പറയുക. അതെന്തുകൊണ്ടാണെന്നൊക്കെ ഞാൻ പറഞ്ഞു തരാം കേട്ടോ. അതെങ്ങനെയാണ് അടുക്കളയെ നമ്മൾ കൊണ്ടു നടക്കേണ്ടത്, അതായത് ഏതൊക്കെ രീതിയിലാണ് അവിടുത്തെ കാര്യങ്ങൾ ചെയ്യേണ്ടത്, എന്തെങ്കിലും നിബന്ധനകളൊക്കെ ഉണ്ടോ, അതിനെക്കുറിച്ചൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനായിട്ട് പോകുന്നത് കേട്ടോ. ഇത് വാസ്തുപരമായിട്ടുള്ള കാര്യങ്ങളല്ല. പണ്ടുള്ളവർ നമുക്ക് പറഞ്ഞു തരുമല്ലോ, ഇങ്ങനെയൊക്കെയാണ് അടുക്കളയിൽ ചെയ്യേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങൾ, ഈ പഴമക്കാർ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ, അതേക്കുറിച്ചാണ് പറയാനായിട്ട് പോകുന്നത് കേട്ടോ. വളരെ ചെറിയതായിട്ട് ലഘുവായിട്ടുള്ള രീതിയിലൊക്കെയാണ് പറയണത്. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ആദ്യം നമുക്ക് അലങ്കാരങ്ങൾ പറഞ്ഞുകൊണ്ട് തുടങ്ങാം കേട്ടോ. ഗുരുവായൂരപ്പൻ്റെ അലങ്കാരം തന്നെ ആദ്യം പറയാം. ഇന്നത്തെ അലങ്കാരം പറയുന്നതിന് മുൻപായിട്ടേ ആ നാലമ്പലത്തിനകത്തേക്ക് കയറുമ്പോൾ തന്നെ നിറമാലകളുടെ ഭംഗി അതൊന്ന് കാണേണ്ടത് തന്നെയായിരുന്നു കേട്ടോ. തെച്ചിയും തുളസിയും താമരയും ഒക്കെ കൂടി കോർത്തിട്ടുള്ള ധാരാളം നിറമാലകൾ ഇന്നലെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ശ്രീലകത്ത് നമ്മുടെ ഭഗവാനാണെങ്കിലും ഒരു കുറുമ്പൻ, ചെറിയൊരു ഉണ്ണിയാണ് കേട്ടോ. ഒരു വെണ്ണക്കുടത്തിൽ നിന്ന് വെണ്ണ എടുത്തുകൊണ്ട് ഇരിക്കുകയാണ് കേട്ടോ ഭഗവാൻ. നല്ല രസമുണ്ട് കാണാനായിട്ട്. ചെറിയൊരു ഉണ്ണിയാണല്ലോ, നല്ല കുറുമ്പൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. എന്തോ കുറുമ്പ കാണിച്ചിരിക്കുന്നത്. കാരണം എന്താണെന്നറിയോ, പട്ടുകോണൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതൊടുത്ത രീതിയിലൊന്നല്ല, അതിൻ്റെ വാലിങ്ങനെ പുറകിലോട്ട് കിടക്കുന്നുണ്ട്. ചുവന്ന രീതിയിൽ ആ പുറകിൽ കാണാം. അപ്പോൾ അത് അഴിഞ്ഞു പോയിരിക്കുകയാണല്ലോ. അപ്പോൾ യശോദാമ്മയാണ് ഭഗവാനെ വെണ്ണക്കുടം കൊണ്ടുവന്ന് കൊടുത്തിരിക്കണമെന്ന് വെച്ചാൽ ഇതിങ്ങനെ അഴിഞ്ഞു പോകേണ്ട വല്ല ആവശ്യമുണ്ടോ? ഇത് എവിടെന്നോ മോഷ്ടിച്ച് കൊണ്ടുവന്നിരിക്കുക. അപ്പോൾ ഓടി വരുന്ന ഓട്ടത്തിൽ അഴിഞ്ഞു പോയി ആയിരിക്കാനേ വഴിയുള്ളൂ. അതാണ് ഞാൻ കുറുമ്പനാന്ന് പറഞ്ഞത് കേട്ടോ. ഈ വെണ്ണയൊക്കെ ഗോപികമാരുടെ നിന്നായിരിക്കുമല്ലോ മോഷ്ടിച്ചു കൊണ്ടുവരിക. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാലേ ഭഗവാൻ മോഷ്ടിക്കുന്നത് വെണ്ണയല്ല, വെണ്ണയാകുന്ന നമ്മൾ ഓരോരുത്തരുടെയും മനസ്സിനെയാണ് ഭഗവാൻ മോഷ്ടിക്കുന്നത്. ഗോപികമാരങ്ങനെ പറയാ, രാധാദേവിയൊക്കെ അങ്ങനെ പറയാ. അവരുടെ ഹൃദയങ്ങളെ ഭഗവാൻ മോഷ്ടിച്ചു കൊണ്ടുപോയിരിക്കുക. നമ്മൾ പോലും അറിയാതെ നമ്മുടെ ഹൃദയങ്ങളെ ഭഗവാൻ എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. അങ്ങനെ പോകണേ ഭഗവാനെ എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടതും. അപ്പൊ നമ്മുടെ ഹൃദയം, നമ്മുടെ മനസ്സ്, നമ്മുടെ ചിന്ത ഇതെല്ലാം ഭഗവാന്റെ കയ്യിലായിക്കഴിഞ്ഞാൽ പിന്നെ അതിൽ നല്ലതേ വരുള്ളൂ, നല്ലതേ നമ്മൾ ചിന്തിക്കുള്ളൂ, നല്ലതേ നമുക്ക് കാണാനും പറയാനും ഒക്കെ സാധിക്കുള്ളൂ. അപ്പൊ നമ്മുടെ മനസ്സ് അത് ഭഗവാനിലാണ് ഏൽപ്പിക്കേണ്ടത്. അതാണ് ഭഗവാൻ വെണ്ണക്കുടം എടുത്തുകൊണ്ട് പോകുന്നത് പോലെ തന്നെ നമ്മുടെ മനസ്സിനെയും നമ്മുടെ ഹൃദയങ്ങളെയും ഒക്കെ ഭഗവാൻ കൊണ്ടുപോകണേ എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ ഇന്നലത്തെ അലങ്കാരം കാണാനായിട്ട്. 4 തിരുമുടിമാലകളാണ് ഭഗവാൻ ഇന്നലെ ഉണ്ടായിരുന്നത്. അതിൽ 3 എണ്ണം ഒരുപോലെയായിരുന്നു, 2 എണ്ണം ഒരുപോലെ, അതായത് 3 നിറം ഉണ്ടായിരുന്നു കേട്ടോ. തെച്ചി, തുളസി, നന്ദിറവട്ടം, അത് 2 എണ്ണം ഒരുപോലെ. പിന്നെ മുഴുവനായിട്ട് തെച്ചി, പിന്നെ ആദ്യത്തെ പോലെ തന്നെ വേറൊരു തിരുമുടിമാല. അങ്ങനെ 4 എണ്ണമാണ് തിരുമുടിമാല. 2 ഉണ്ടമാലയുണ്ട്. ഭഗവാന്റെ ദേഹത്തോട് ചേർന്ന് കിടക്കുന്നത് തെച്ചി തുളസി, തെച്ചി തുളസി അങ്ങനെ കോർത്തിരിക്കുന്നത്. പിന്നെ ഒരു ഉണ്ടമാലയിൽ താമരയുടെ ഇതളാണ് കേട്ടോ. ഇനി താഴേക്ക് എത്തുമ്പോൾ കുറച്ച് തുളസിയും കൂടെ കോർത്തിട്ടുണ്ട്. ഇതിന് നടുക്കാണ് നമ്മുടെ കുറുമ്പൻ ഇരിക്കുന്നുണ്ടായിരുന്നത്. ഗോപിതിലകൊക്കെ ഉണ്ട് കേട്ടോ നെറ്റിയിൽ. കാതിലും ഇന്നലെ ഗോപിതിലകങ്ങളാണ് വെച്ചിരിക്കുന്നത്. അതിങ്ങനെ ആ കൂർത്ത ഭാഗം താഴോട്ടേക്ക് ആക്കിയിട്ടാണ് വെച്ചിരിക്കുന്നത് കേട്ടോ. പിന്നെ മാലകളൊക്കെ അണിഞ്ഞിട്ടുണ്ട്. കൈവളകളും തോൾവളകളും അരയിൽ കിങ്ങിണിയും പിന്നെ കാൽത്തലയൊക്കെ ഉണ്ട് കേട്ടോ. ഇതൊക്കെ ചെറിയൊരു തിളക്കം ആ സ്വർണത്തിന്റെ അങ്ങനെ കാണുന്നുണ്ട്. ഭഗവാൻ ഇരിക്കുകയാണെന്ന് നമുക്ക് മനസ്സിലാവും. കയ്യിൽ വെണ്ണക്കുടം ഉണ്ട്. ഈ വലത്തേ കൈ കൊണ്ടാണ് വെണ്ണക്കുടം പിടിച്ചിരിക്കുന്നത്, ഇടത്തേ കൈ കൊണ്ടാണ് വെണ്ണ കൊണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. കാരണം ഇതിങ്ങനെ മോഷ്ടിച്ചിട്ട് വെപ്രാളത്തിൽ ഓടി വരില്ലേ, വന്നിട്ട് ഇത് വേഗം തീർക്കണമെന്നേ ഉള്ളൂ. അപ്പൊ ഏത് കൈ കൊണ്ടാ കഴിക്കണമെന്നുള്ള ചിന്തയൊന്നുമില്ല. അപ്പൊ ഏത് കൈയാണോ കിട്ടിയത് അതുകൊണ്ട് ഇങ്ങനെ വാരി വാരി ഉണ്ടുകൊണ്ടിരിക്കുകയാണ് ഭഗവാൻ വെണ്ണ. അങ്ങനെ മനോഹരമായിട്ട് ചാർത്തിയിട്ടുള്ള ഒരു അലങ്കാരമായിരുന്നു കേട്ടോ ഇന്നലെ. അപ്പോൾ വെണ്ണക്കണ്ണനായിട്ടിരിക്കുന്ന, വെണ്ണക്കുടവുമായിട്ടിരിക്കുന്ന നമ്മുടെ ഭഗവാന്റെ രൂപം എല്ലാവരും ഒന്ന് മനസ്സിൽ കണ്ടുകൊണ്ട് തൊഴുതു പ്രാർത്ഥിച്ചോളൂ കേട്ടോ. ഭഗവാന്റെ മുന്നിൽ എല്ലാവരും നമസ്കരിച്ചോളൂ. ഗുരുവായൂരപ്പ ശരണം എന്നൊന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തിക്കോളൂ. അങ്ങനെ നമ്മുടെ വെണ്ണക്കണ്ണനെ തൊഴുത് നമസ്കരിച്ചിട്ട് ഗണപതിയുടെ അടുത്തേക്കാണ് കേട്ടോ എത്തിയിരിക്കുന്നത്. ഗണപതിക്ക് ഒരു കസവും ഉണ്ടായിരുന്നു, നല്ല ഉടയാട ഉണ്ടായിരുന്നത്. തുമ്പയിൽ ഒരു തിലകം വെച്ചിട്ടുണ്ട്. പിന്നെ സ്വർണ്ണ പൊട്ടുകൾ വെച്ചിട്ടുണ്ട്. നെറ്റിയിൽ തിലകമൊക്കെ ഉണ്ട് കേട്ടോ.
കഴുത്തിലെ സ്വർണ്ണപ്പൂക്കൾ ഇങ്ങനെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. അത് മാല പോലെ തോന്നിക്കും. കാതുകളിലും സ്വർണ്ണപ്പൂക്കളുണ്ട്. വളരെ ലളിതമായിട്ടുള്ള ഒരു അലങ്കാരമായിരുന്നു കേട്ടോ ഗണപതിക്ക് ഉണ്ടായിരുന്നത്. പിന്നെ നെറ്റിത്തടത്തിലെ സ്വർണ്ണ പൊട്ടുകളും സ്വർണ്ണ ഗോപികളും ഒക്കെ ഒട്ടിച്ച് വെച്ചിട്ട് ചെറിയൊരു പൂക്കളം പോലെ വെച്ചിട്ടുണ്ട്. പിന്നെ സ്വർണ്ണ നിറത്തിൽ കിരീടമുണ്ട്, ചുവന്ന കല്ല് പതിപ്പിച്ചത്. അതാണ് ശിരസിൽ അണിഞ്ഞിരിക്കുന്ന ഗണപതി. അങ്ങനെയായിരുന്നു എന്നുള്ള ഗണപതിക്ക് അലങ്കാരം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം എല്ലാവരും ഗണപതിയുടെയും ആ ഒരു രൂപമൊക്കെ നന്നായി മനസ്സിൽ കണ്ടുകൊണ്ട് തൊഴുതു പ്രാർത്ഥിച്ചോളൂ. ഗണപതിക്ക് മുന്നിലെ എല്ലാവരും ഒന്ന് ഏത്തമിട്ടോളൂ കേട്ടോ. ഇനി നമുക്ക് ഭഗവതീനെ കാണാനായിട്ട് പോകാം കേട്ടോ. ഇന്നലെ ഭഗവതിയമ്മനെ തൊഴാൻ പോകുമ്പോഴേ ഒരമ്മയെ കണ്ടു. തിരുവനന്തപുരത്ത് നിന്നാണ് കേട്ടോ വന്നത്. അപ്പം അമ്മ ഭഗവതിനെ തൊഴുതിട്ട് ഇങ്ങനെ വരിക. അപ്പോൾ തൊഴുന്ന സമയത്ത് മനസ്സിലിങ്ങനെ വിചാരിച്ചു ഇത്രേ, നാളെ ആശിക അലങ്കാരം പറയുമല്ലോ, അപ്പം എങ്ങനെയായിരിക്കും പറയാന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചിട്ട് അങ്ങനെ തൊഴുത് വരുമ്പോഴാണ് എന്നെ കണ്ടത്. അപ്പം അമ്മയ്ക്ക് നല്ല സന്തോഷമായിട്ടോ. മോളെ ഞാൻ അപ്പോൾ വിചാരിച്ചുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് നേരമൊക്കെ സംസാരിച്ചു. നല്ല സുന്ദരിയായിട്ടുണ്ട് ഭഗവതി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് നല്ല സന്തോഷമായി. അപ്പം അമ്മ പറഞ്ഞതുപോലെ തന്നെ നല്ല സുന്ദരിയായിട്ടാണ് ഭഗവതി ഇരിക്കുന്നുണ്ടായിരുന്നത്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നല്ല ഭംഗി ഉണ്ടായിരുന്നു ഭഗവതിയുടെ അലങ്കാരം എന്ന് പറഞ്ഞിരുന്നല്ലോ. അതേപോലെ തന്നെ പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ, അത്ര ഭംഗിയായിട്ട് ചാർത്തിയിട്ടുണ്ട്. മഞ്ഞ നിറത്തിലാണ് ഭഗവതി അമ്മയ്ക്ക് ഉടയാട ഉണ്ടായിരുന്നത്. നല്ല സ്വർണത്തിന്റെ തിളക്കൊക്കെ ഉണ്ട് കേട്ടോ. അതിൽ കുറച്ച് വലിപ്പത്തിലാണ്, വലിയൊരു പാവാട പോലെയാണ്. പിന്നെ സൈഡിൽ ഇങ്ങനെ ചുവന്ന നിറത്തിലൊരു പട്ടുകൂടെ കണ്ടു. അതിങ്ങനെ ഉത്തരീയം പോലെ അല്ല, അതിങ്ങനെ കഴുത്തിൽ കൂടെ അല്ല കേട്ടോ, പക്ഷെ സൈഡിലായിട്ട് കണ്ടു ചുവന്ന പട്ടുകൂടെ ഉണ്ടായിരുന്നു. പിന്നെ കഴുത്തിൽ മാലകൾ, 2 സ്വർണ്ണമാലകളുണ്ട്. അതെങ്ങനെയാണെന്നറിയോ അലങ്കരിച്ചിരിക്കുന്നത്? ഒരു ചുവന്ന പട്ട്, ഒരു നൂല് പോലെ ഒരു മാല, പിന്നെ ഒരു സ്വർണ്ണ നിറത്തിൽ മാല, പിന്നെ ഒരു ചുവപ്പ് നൂല്, പിന്നെ ഒരു കുഞ്ഞു സ്വർണ്ണമാല, പിന്നെ ചന്ദനം കൊണ്ടുള്ള ഒരു കുഞ്ഞൊരു മഞ്ഞ നൂല്, പിന്നെ ഒരു സ്വർണ്ണപ്പൊട്ട്. അപ്പോൾ ഇതിങ്ങനെ കഴുത്തിൽ ഇങ്ങനെ നിറയായിട്ട് തോന്നുക. ചെറിയൊരു സ്വരൂപമാണ് ഭഗവതിയുടെ. മുഖമൊക്കെ കുഞ്ഞതാണ് കേട്ടോ, ചെറിയ സ്വരൂപത്തിലാണ്. പക്ഷേ ഈ മാലയൊക്കെ നല്ല ഭംഗിയിൽ കാണാനുണ്ടായിരുന്നു. കുഞ്ഞു സ്വർണ്ണപ്പൊട്ടുകളാണ് കമ്മലായിട്ട് വെച്ചിരിക്കുന്നത്. ചുണ്ടൊക്കെ നല്ല കരിഞ്ചുവപ്പ് നിറത്തിലാണ് കേട്ടോ. പിന്നെ നെറ്റിയിലൊരു കറുപ്പാണ് പൊട്ട് വെച്ചിരിക്കുന്നത്. മുഖമൊക്കെ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. പിന്നെയുള്ള അലങ്കാരം കിരീടത്തിന്റെ അവിടെയാണ്. കിരീടം തുടങ്ങുന്നിടത്ത് ചെറിയ സ്വർണ്ണപ്പൂക്കൾ ഇങ്ങനെ അടുപ്പിച്ച് വെച്ച ഒരു മാലയുണ്ട്. അത് യഥാർത്ഥ മാലയാണത്, സ്വർണ്ണപ്പൂക്കൾ വെച്ചിരിക്കല്ല, പൂക്കൾ കൊണ്ടുള്ള ഒരു മാലയാണത് യഥാർത്ഥത്തിലുള്ളത്. അതിങ്ങനെ നെറ്റിത്തടത്തിൽ വെച്ചിട്ട് പിന്നെ ചെറിയൊരു കിരീടം, ഒരു പ്രഭാവലയൊക്കെ ഉള്ള ഒരു കുഞ്ഞു കിരീടം ശിരസിൽ അണിഞ്ഞിട്ടുണ്ട് കേട്ടോ. അങ്ങനെയായിരുന്നു ഭഗവതിയുടെ ഇന്നലത്തെ അലങ്കാരം ഉണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവരും ഭഗവതി അമ്മയുടെ ആ ഒരു രൂപമൊക്കെ നന്നായി മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് തൊഴുതു പ്രാർത്ഥിച്ചോളൂ കേട്ടോ. ഭഗവതി അമ്മയ്ക്ക് മുന്നിലും എല്ലാവരും ഒന്ന് നമസ്കരിച്ചോളൂ. ഇനി നമുക്ക് അയ്യപ്പനെ കാണാനായിട്ട് പോകാം. അയ്യപ്പന് കറുപ്പ് നിറത്തിലാണ് ഉടയാട ഉണ്ടായിരുന്നത്. അരയിലെ ഒരു കസവ് കൊണ്ട് ചുറ്റിയിട്ടുണ്ട് കേട്ടോ. സ്വർണ്ണ നിറത്തിൽ 2 അത്യാവശ്യം വലിപ്പമുള്ള മാലകൾ കഴുത്തിൽ അണിഞ്ഞിട്ടുണ്ട്. കാതുകളിലെ സ്വർണ്ണ പൊട്ട് പോലെ തോന്നിക്കുന്ന പൂവ്, അരികിൽ മാത്രമേ ചെറിയൊരു ഡിസൈൻ ഉള്ളൂ കേട്ടോ. അങ്ങനെ കുറച്ച് വലിപ്പത്തിലുള്ള സ്വർണ്ണപ്പൂക്കളുണ്ട്. പിന്നെ നെറ്റിയിലെ ചുവന്ന നിറത്തിലാണ് കേട്ടോ പൊട്ട് വെച്ചിരിക്കണേ. കിരീടം ചാർത്തിയിരിക്കുക. അതിങ്ങനെ ചെറുതായി ഒന്ന് ചാർത്തിയിട്ട് ഇങ്ങനെ ചന്ദനം കൊണ്ട് തന്നെ ഓരോ കുത്തുകുത്തുകൾ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. കുറച്ച് വലിപ്പത്തിലുള്ള കുത്തുകുത്തുകൾ വെച്ചിട്ടുണ്ട്. അതിന് മുകളിൽ ഒരു സ്വർണ്ണ പൂവ് കൂടെ വെച്ചിട്ടുണ്ട്. അങ്ങനെയായിരുന്നു അയ്യപ്പനെ അലങ്കാരം ഉണ്ടായിരുന്നു. കിരീടമൊക്കെ അങ്ങനെയായിരുന്നു കേട്ടോ. അപ്പോൾ അയ്യപ്പൻ്റെ രൂപമൊക്കെ നന്നായി എല്ലാവരും മനസ്സിൽ ധ്യാനിച്ചിട്ട് തൊഴുതു പ്രാർത്ഥിച്ചോളൂ. അയ്യപ്പന് മുന്നിലും എല്ലാവരും ഒന്ന് നമസ്കരിച്ചോളൂ. ഇനി നമുക്ക് അടുക്കളയെ കുറിച്ച് പറയാം കേട്ടോ. ഒരു വീട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് അടുക്കള എന്ന് പറഞ്ഞുള്ളൂ. നല്ല വൃത്തിയായിട്ട് സൂക്ഷിക്കേണ്ട ഒരു ഭാഗമാണ്. ചിലടത്ത് ചെറിയ അടുക്കളയായിരിക്കും, ചിലടത്ത് വലിയ അടുക്കളയായിരിക്കും. അപ്പോൾ വലിപ്പത്തിനല്ല പ്രാധാന്യം, അതെപ്രകാരമാണ് നമ്മൾ സൂക്ഷിക്കേണ്ടതെന്നാണ് പറയുന്നത് കേട്ടോ. അടുക്കളയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് അത് അടുപ്പ് തന്നെയാണ്. ഇപ്പോഴത്തെ വീടുകൾ എന്ന് പറഞ്ഞാൽ ഫ്ലാറ്റൊക്കെ ആയിരിക്കും. അവിടെ ഇപ്പോൾ അടുപ്പ്, ഇത് 3 കല്ലുകളുള്ള അടുപ്പില്ല, അതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അതൊന്നും ഉണ്ടായിരിക്കില്ല. അത് ഓരോരുത്തരുടെ സ്ഥല സൗകര്യത്തിനനുസരിച്ച് ഇപ്പോൾ ഫ്ലാറ്റുകളിലൊക്കെ സ്റ്റൗവൊക്കെ ആയിരിക്കും, ഇൻഡക്ഷൻ കുക്കറൊക്കെ ആയിരിക്കും ഉണ്ടായിരിക്കുക. അപ്പം അങ്ങനെയുള്ളവർക്കല്ല, അതിപ്പോൾ ഏത് രീതിയിലാണെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. എന്നാലും അടുപ്പുള്ള ഒരു അടുക്കളയാണെങ്കിൽ അത് എപ്രകാരമാണ് ഉണ്ടായിരിക്കേണ്ടത് അതിനെക്കുറിച്ചാണ് പറയുന്നത് കേട്ടോ. സാധാരണ വീടുകളിലൊക്കെ, അതായത് അടുപ്പുള്ള വീടുകളിലൊക്കെ കിഴക്കോട്ട് തിരിഞ്ഞു നിന്നിട്ടാണ് അടുപ്പ് കത്തിക്കുക. എല്ലാവരും അങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ, ഈ വീഡിയോ കാണുന്ന എല്ലാവരും അങ്ങനെ തന്നെ ആയിരിക്കും. കിഴക്കോട്ട് തിരിഞ്ഞു നിന്നിട്ടാണ് നമ്മൾ അടുപ്പ് കത്തിക്കുക. അങ്ങനെയാണ് ചെയ്യേണ്ടത്. പിന്നെ അടുക്കളയോട് ചേർന്നിട്ട് അടുക്കള കിണറൊക്കെ ഉണ്ടായിരിക്കും. പണ്ടുള്ള വീടുകളിലൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് പിന്നെ മുറ്റത്തേക്ക് കടക്കാനൊക്കെ ആയിട്ടുള്ള ഒരു വഴിയൊക്കെ ഉണ്ട്, കോലായിലേക്ക് കടക്കാനൊക്കെ ആയിട്ട്. പിന്നെ മുറ്റമൊക്കെ ആയിരിക്കും. അങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ ആയിരുന്നു. ഇപ്പം പിന്നെ അവിടേക്ക് ഫ്ലാറ്റുകളൊക്കെ വന്നതോട് കൂടിയിട്ട് അതൊക്കെ പുറത്തേക്കൊന്നും കടക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ നമുക്ക് അടുപ്പുള്ള അടുക്കളയെ കുറിച്ചിട്ടാണ് പറയണത്. അപ്പോൾ അവിടെ അടുപ്പ് അങ്ങനെ കിഴക്കോട്ട് തിരിഞ്ഞിട്ടാണ് കത്തിക്കേണ്ടത് കേട്ടോ. പിന്നെ ധാരാളം സാധനങ്ങൾ, പലചരക്ക് സാധനങ്ങൾ അങ്ങനെയുള്ളതൊക്കെ അടുക്കളയിൽ ഉണ്ടായിരിക്കണം. ഇതൊക്കെ ഇട്ട് വെക്കുമ്പോഴേ, പച്ചക്കറികളല്ല കേട്ടോ,
ഈ പരിപ്പ്, പയർ, കടല അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ, കടുക്, ഇതൊക്കെ ഇട്ട് വെക്കുമ്പോൾ ചില്ല് പാത്രങ്ങൾ അല്ലെങ്കിൽ ട്രാൻസ്പാരൻ്റ് ആയിട്ടുള്ള നമുക്ക് പുറത്തുനിന്ന് നോക്കുമ്പോൾ കാണുന്ന രീതിയിലുള്ള പാത്രങ്ങളിലൊക്കെ വെക്കുന്നത് വളരെ നല്ലതാണെന്ന് പറയാറുണ്ട്. അതിന് കാരണമൊന്നും എനിക്കറിയില്ല, പക്ഷെ അങ്ങനെ വെക്കുന്നത് നല്ലതാണെന്ന് പറയാറുണ്ട്. അതിൽ ഒരു കാരണം നമുക്കത് വ്യക്തമായിട്ട് എല്ലാതും തുറന്നു നോക്കാതെ തന്നെ കാണാൻ പറ്റും. പെട്ടെന്ന് ഒരാൾ വരികയാണെങ്കിലും വീട്ടിൽ സ്ഥിരം ഉപയോഗിക്കുന്നവർക്ക്, അടുക്കളയിൽ പെരുമാറുന്നവർക്ക് എല്ലാം കൃത്യമായിട്ട് അറിയാം. പ്രത്യേകിച്ച് അമ്മമാർക്ക് മാത്രമേ അറിയുള്ളൂ. അതിപ്പോൾ സ്ത്രീകൾക്ക് എന്നാണ് ഉദ്ദേശിച്ചത് കേട്ടോ, അമ്മമാർ മാത്രമല്ല, ചെറുപ്പക്കാരൊക്കെ ഉണ്ട് അവിടെ. അപ്പോൾ അവർക്കൊക്കെ കൃത്യമായിട്ട് അറിയുണ്ടാവും. എന്നാലും ഉപയോഗിക്കാത്തവർക്കൊക്കെ പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ടായിരിക്കാം, അങ്ങനെ ആയിരിക്കാന്നേ ഞാൻ പറയുള്ളൂ, കൃത്യം കാരണം അറിയില്ല. അപ്പോൾ ഈ ട്രാൻസ്പെറൻ്റ് ആയിട്ടൊക്കെ വെക്കണത് നല്ലതാണെന്ന് പറയാറുണ്ട്. അതങ്ങനെ നിർബന്ധം ആയിട്ട് പറയാറില്ല കേട്ടോ. നിർബന്ധമായിട്ട് പറയണത് ഉപ്പിനെ കുറിച്ചാണ്. ഉപ്പ് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്, ഞാൻ മുൻപ് പറഞ്ഞിട്ടുണ്ട്. കല്ലുപ്പാണ് ഇപ്പോൾ, കല്ലുപ്പിന് ഒപ്പം തന്നെ പൊടിപ്പാണ് കൂടുതൽ പേര് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഉപ്പ് എങ്ങനെയാണ് വെക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കിഴക്കോട്ട് തിരിഞ്ഞ് നിന്നിട്ടാണല്ലോ അടുപ്പ്. അപ്പോൾ അടുപ്പ് പുറംതിരിഞ്ഞിരിക്കുന്നത് പടിഞ്ഞാറ് ഭാഗത്തേക്കായിരിക്കാം, നമ്മൾ നിൽക്കുമ്പോൾ കിഴക്കേ ഭാഗത്തായിരിക്കാം. അടുപ്പിൽ നിന്നിട്ട് നമ്മൾ അടുപ്പ് കത്തിക്കുന്ന സമയത്ത് നമ്മുടെ വലത്തേ ഭാഗത്തായിരിക്കണം ഉപ്പ് വെക്കേണ്ടത്. അതായത് നമ്മൾ പാചകം ചെയ്യുമ്പോൾ ഈ വലത്തേ കൈ കൊണ്ട് എടുത്തിടാൻ പരുവത്തിലായിരിക്കണം ഉപ്പിന്റെ സ്ഥാനം എന്നാണ് പറഞ്ഞു വരുന്നത്. അപ്പൊ ഉപ്പ് അവിടെയാണ് വെക്കേണ്ടത് കേട്ടോ. അതായത് തെക്ക് ഭാഗത്തായിട്ടാവും ഉപ്പ് വരിക. തെക്കാണല്ലോ, കിഴക്കോട് തിരിഞ്ഞു വെക്കുമ്പോൾ നമ്മുടെ വലതു ഭാഗം എന്ന് പറയുന്നത് തെക്കാണല്ലോ. അപ്പൊ അടുപ്പിന്റെ വലതു ഭാഗത്തായിട്ട്, നമ്മുടെ വലതു ഭാഗത്തായിട്ട് വേണം വെക്കണം. നമുക്ക് വലതേ കൈ കൊണ്ട് എടുത്തിടാൻ പറ്റുന്ന പാകത്തിൽ. അപ്പൊ ഈ ഉപ്പ് വെക്കുന്ന സ്ഥാനം മാത്രമാണ് ഒരു നിർബന്ധമായിട്ട് പറയാറുള്ളത് കേട്ടോ. ബാക്കിയൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. നമുക്ക് എങ്ങനെയൊക്കെയാണോ അത് ഭംഗിയായിട്ട് അടക്കി ഒതുക്കി വെക്കാനായിട്ട് സാധിക്കുക, അതേപോലെ വെച്ചാൽ മതി. ഇപ്പോഴത്തെ മോഡുലാർ കിച്ചണൊക്കെ അതൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. ഒരുപാട് പൈസയൊക്കെ ഉണ്ട് അങ്ങനെ ഉണ്ടാക്കാനായിട്ട്. അങ്ങനെയൊന്നും ഇല്ലെങ്കിലും വൃത്തിയായിട്ട് സൂക്ഷിച്ചു കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ട് തന്നെ അടുക്കള ഇരുന്നോളും. ചെറിയ അടുക്കളയൊക്കെ ആണെന്ന് നമുക്ക് അവിടെ നിന്ന് തിരിയാനുള്ള അത്രേ വേണ്ടൂ. പിന്നെ വലുതായിട്ടൊക്കെ ഇപ്പോൾ പണിയാറുണ്ട്. അതായത് ഡൈനിങ്, അവിടെ മേശയൊക്കെ ഇട്ടിട്ട് അവിടെ കസേരയൊക്കെ ഇട്ടിട്ട് അവിടെ തന്നെ ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കാവുന്ന രീതിയിലൊക്കെ പണിയാറുണ്ട്. അതൊന്നും വിരോധമല്ല കേട്ടോ. അടുക്കളയിൽ ഉണ്ടാക്കിയുള്ള ഭക്ഷണങ്ങൾ അവിടേക്ക് കൊണ്ടുവയ്ക്കാം. അതിലൊന്നും യാതൊരുവിധ കുഴപ്പവുമില്ല. നമുക്ക് എങ്ങനെയാണോ നമുക്ക് സൗകര്യത്തിനനുസരിച്ച് ചെയ്യാനായിട്ട് സാധിക്കുക, അതേപോലെ വൃത്തിയും വെടിപ്പായിട്ട് നമ്മളത് പരിചരിച്ച് നല്ല ഭംഗിയിൽ ആക്കി വെക്കണം. അത്രയും നിർബന്ധമായിട്ട് പറയാറുള്ളൂ കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, പൂജാമുറിയേക്കാളും പ്രാധാന്യം അടുക്കളയ്ക്കാണെന്നുള്ളത്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, മുൻപ് ഒരു ചോദ്യത്തിൽ ഞാനത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു ഫോട്ടോ, അതായത് ഭഗവാന്റെ ഫോട്ടോ അടുക്കളയിൽ വെക്കാൻ പറ്റുമോ എന്ന് പറഞ്ഞിട്ട് ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് വെക്കാം എന്നാ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ, പൂജാമുറിയിൽ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് അടുക്കളയിലും ചെയ്യാം. അതായത് ഗണപതി ഹോമൊക്കെ നടത്തുമ്പോൾ അത് അടുക്കളയിലാണ് നടത്തുക. ഭഗവത് സേവ അല്ലാതെ നടത്തുന്നവരുണ്ട് കേട്ടോ. പണ്ട് കാലത്തൊക്കെ അടുക്കളയിൽ തന്നെയാണ് ഗണപതി ഹോമൊക്കെ നടത്തിയിരുന്നത്. അടുക്കളയിൽ അടുപ്പുണ്ടല്ലോ, അതിലേക്കാണ് ഹോമിക്കുക. അപ്പോൾ ഗണപതി ഹോമത്തിനൊക്കെ ആയിട്ട് വരുമ്പോൾ തലേദിവസം തന്നെ പറയും അടുപ്പൊക്കെ വൃത്തിയാക്കി തുടച്ചിട്ടുള്ളൂ എന്ന് പറയും. എന്നിട്ട് അവർ അതിലേക്കാണ് ഹോമിക്കുക. അപ്പം അതുകൊണ്ടൊക്കെയാണ് ഈ അടുക്കളയ്ക്ക് ഇത്രയും പ്രാധാന്യം വന്നത്. പിന്നെ നമ്മൾ വൈകിട്ട് സന്ധ്യാസമയത്തൊക്കെ വിളക്ക് കൊളുത്തൂലോ. രാവിലെ ആണെങ്കിലും വിളക്ക് കൊളുത്തുന്നത് അടുക്കളയിൽ നിന്നാണെന്ന് പറഞ്ഞിരുന്നു. പണ്ടുള്ളവരൊക്കെ അടുക്കളയിൽ നിന്നാണ് വിളക്ക് കൊളുത്തി കൊണ്ടുവന്നിട്ട് ഭഗവാന്റെ മുന്നിൽ വെക്കുക. ഇനിയിപ്പോൾ ഉമ്മറത്തൊക്കെ വെക്കുന്നുണ്ടെങ്കിലും അടുക്കളയിൽ നിന്നാണ് കൊളുത്തി കൊണ്ടുവരിക. അത് അടുക്കളയ്ക്ക് പ്രാധാന്യം ഉള്ളത് കൊണ്ടാണല്ലോ, അതുകൊണ്ടാണല്ലോ അങ്ങനെ ചെയ്യുക. പിന്നെ പിറന്നാളിൻ്റെ വീഡിയോ ചെയ്ത സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വിളക്കത്ത് വിളമ്പുന്ന സമയത്ത് അടുക്കളയിലാണ് ചെയ്യുക. ഭഗവാനെ നേദിക്കുന്നത് അടുക്കള, അങ്ങനെ ചെയ്യാം, അല്ലാതെയും ചെയ്യാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചിലരൊക്കെ അടുക്കളയിലാണ് ചെയ്യാമെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെയൊക്കെയാണ് അടുക്കളയ്ക്ക് ഇത്രയും പ്രാധാന്യമായത്. പിന്നെ ചിലർ എല്ലാ ദിവസവും ഭക്ഷണമൊക്കെ പാചകം ചെയ്യുന്ന സമയത്ത് ഏറ്റവും ആദ്യം നാളികേരം ഉണ്ടല്ലോ ചിരകുന്ന സമയത്ത് 2-3 പൂള് അടുപ്പിലിടും. അതൊക്കെ ഓരോ വിശ്വാസങ്ങളാണ് കേട്ടോ. അടുക്കളയ്ക്ക് ഇത്രയേറെ പ്രാധാന്യം ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ എപ്പോഴും വൃത്തിയായിട്ട് വേണം അടുക്കള സൂക്ഷിക്കാനായിട്ട്. ഇപ്പോൾ രാവിലെ തന്നെ വൃത്തിയാക്കിയതിന് ശേഷം കാര്യങ്ങളൊക്കെ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് പിന്നെയും വൃത്തിയാക്കിയിടുക. അപ്പം എപ്പോഴും വൃത്തി ഉണ്ടായിരിക്കണം എന്ന് പറയേണ്ട ഒരു സ്ഥലമാണ് ഈ അടുക്കള എന്ന് പറയുന്നത്. അപ്പോൾ കുറേയൊക്കെ കഴിയുമ്പോൾ ഈ അടുപ്പൊക്കെ, ഇത് വിറകിൽ കത്തുന്ന അടുപ്പൊക്കെ ആകുമ്പോൾ അതിങ്ങനെ പുകയൊക്കെ വന്നിട്ട് കുറേ കാലമൊക്കെ കഴിയുമ്പോൾ മോശമാകാനൊക്കെ സാധ്യതയുണ്ട്. അപ്പം അങ്ങനെയുള്ള സമയത്ത് അതൊക്കെ ഒന്ന് പെയിന്റ് അടിച്ച് അങ്ങനെ മാറാലുകളൊക്കെ തട്ടിയിട്ട് എപ്പോഴും വൃത്തിയായിട്ട് സൂക്ഷിക്കുക. അപ്പം അതാണ് അടുക്കളയെക്കുറിച്ച് പറയാനായിട്ടുള്ളത് കേട്ടോ. ഇനി അടുത്തതേ ശ്രീദേവി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഭക്ത ചോദിച്ച ചോദ്യമാണ് കേട്ടോ. ഈ തൂക്കുവിളക്കുണ്ടല്ലോ, അത് ഉമ്മറത്ത് തൂക്കിയിട്ടിട്ട് അത് കത്തിക്കാനായിട്ട് പാടുണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ചേച്ചി അങ്ങനെ സിറ്റ് ഔട്ടിൽ വെച്ചപ്പോൾ അത് ആരോ പറഞ്ഞു ഉത്തരം അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന്. അപ്പോൾ അത് വീഡിയോയിൽ കൂടെ അതിൻ്റെ സത്യം ഒന്ന് പറഞ്ഞു തരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതേക്കുറിച്ച് പറയാം.
തൂക്കുവിളക്കൊന്നും കത്തിക്കുന്നത് കൊണ്ട് യാതൊരുവിധ ദോഷവും ഇല്ല കേട്ടോ. തൂക്കുവിളക്ക് മാത്രമല്ല, നിലവിളക്ക് കൊളുത്തി വെക്കാം. ഇനിയിപ്പോൾ ചിരാതുകളിൽ ധാരാളമായിട്ട് കത്തിച്ച് വെക്കാൻ തോന്നുന്നുണ്ടോ, അതും ചെയ്യാം. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം. ഈ വിളക്ക് കൊളുത്തുന്നതെന്ന് പറയണേ, വെളിച്ചം കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് വിളക്ക് കൊളുത്തുന്നത്. നമ്മൾ എന്തിനാ ഭഗവാന് മുന്നിൽ വിളക്ക് കാണിക്കുന്നേ? ഭഗവാന് വെളിച്ചം കാണിച്ചു കൊടുക്കുക ചെയ്യുന്നേ. അപ്പൊ നമുക്കും ഭഗവാൻ അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ വെളിച്ചം കാട്ടിത്തരും, അതാണ് പറയണത്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഉമ്മറത്തൊക്കെയാണ് കത്തിച്ച് വെക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മറ്റുള്ളവർക്കാണ് ഉപകാരപ്പെടുക. ഇന്നത്തെ ഒരു രീതി അല്ല കേട്ടോ, പണ്ട് കാലങ്ങളിലുള്ള ഒരു രീതി ഒന്ന് ആലോചിച്ച് നോക്കുക. അത് ഇന്നത്തെ പോലെ തെരുവ് വിളക്കുകളൊന്നുമില്ല, ഇലക്ട്രിസിറ്റി ഒന്നുമില്ല. രാത്രിയായി കഴിഞ്ഞാൽ വിളക്ക് കൊളുത്തിയാൽ മാത്രമേ കണ്ണ് കാണുള്ളൂ. അപ്പം ഇങ്ങനെ ഉമ്മറത്തൊക്കെ വിളക്ക് കത്തിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ റാന്തൽ ഇതൊക്കെ തൂക്കിയിടുമല്ലോ, അങ്ങനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ വഴിപോക്കർക്കൊക്കെ വെളിച്ചം കിട്ടാനുള്ള ഒരു രീതി കൂടിയാണ്, അവർക്കും കൂടെ കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുക. ഇപ്പം ദൂരെ നിന്നൊക്കെ വരുന്നവര് അവർ പ്ലാൻ ചെയ്തിട്ടുള്ള യാത്രയൊന്നും ആവില്ല, ഇപ്പം രാത്രിയിലാവും എത്തുക എന്നൊന്നും ചിലപ്പോൾ അറിയാഞ്ഞിട്ടൊക്കെ ആയിരിക്കും പോയിട്ടുണ്ടായിരിക്കുക. അങ്ങനെ അല്ലാത്തവരുടെ കയ്യിൽ ചിലപ്പോൾ ഈ പന്തം, ചൂട്ട് അതൊക്കെ കത്തിച്ചിട്ട് വരുമല്ലോ ചിലവർ. അതല്ലാതെ ഈ വെളിച്ചമൊന്നും കയ്യിലില്ലാത്തവർക്ക് ഈ വഴിയരികിൽ ഈ വഴി മനസ്സിലാവണമെങ്കിൽ, അതായത് ഇവിടെ ആൾതാമസമുള്ള വഴിയാണെന്നൊക്കെ മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഈ വീടുകളിലെ വിളക്കൊക്കെ കത്തിച്ച് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം അത് വെളിച്ചം കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പം അത്രേ അവിടെ ഉദ്ദേശിക്കുന്നുള്ളൂ. അതിലെന്ത് ദോഷമുള്ളത്? നമ്മളൊരാൾക്ക് വെളിച്ചമല്ലേ കാണിച്ചു കൊടുക്കുന്നത്, അതിലൊന്നും ഒരു ബുദ്ധിമുട്ടും ഇല്ല കേട്ടോ. നമ്മൾ അങ്ങനെ ഭഗവാന് കാണിച്ചു കൊടുക്കുന്നത് പോലെ മറ്റുള്ളവർക്ക് നമ്മൾ വെളിച്ചം കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് ഭഗവാന്റെ അനുഗ്രഹമായിട്ട് നമുക്ക് ലഭിക്കുക ചെയ്യും. എപ്പോഴും ഈ കുടത്തിനുള്ളിലെ വിളക്കുകൾ കൊളുത്തുക പറയാം. കാരണം അതിനുള്ളിൽ നിന്ന് പ്രകാശം എവിടേക്കും പോകില്ല, അതൊരു ഉപകാരമില്ലാത്ത കാര്യമാണ്. കുന്നിൻ പുറത്തിരിക്കുന്ന വിളക്കിനാണ് ശോഭ എന്ന് പറയും. അതാണ് എല്ലാവർക്കും വെളിച്ചം കൊടുക്കുക. അപ്പോൾ വെളിച്ചം കൊടുക്കുക എന്നേ ഈ വിളക്ക് കൊണ്ട്, അതായത് വിളക്ക് കത്തിക്കുന്നത് കൊണ്ട് അർത്ഥമാക്കുന്നുള്ളൂ. പ്രത്യേകിച്ച് ആ ഉമ്മറത്തൊക്കെ തൂക്കിയിട്ടിരിക്കുന്ന വിളക്ക്, അതൊരു ഐശ്വര്യം കൂടിയാണ് കേട്ടോ കാണാനായിട്ട്. അങ്ങനെയും കൂടി ഉണ്ട്. അപ്പം അതൊന്നും ചെയ്തത് കൊണ്ട് യാതൊരുവിധ ദോഷവുമില്ല. എത്രത്തോളം വിളക്ക് കൊളുത്താൻ സാധിക്കണോ അത്രത്തോളം ചെയ്യണം എന്നാണ് പറയുക. പിന്നെ ഓരോരുത്തരുടെ സാമ്പത്തിക സ്ഥിതിയൊക്കെ അനുസരിച്ച് എണ്ണയും തിരിയൊക്കെ വേണമല്ലോ, അതിനനുസരിച്ചാണ് കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് കേട്ടോ. അപ്പം അതിലൊന്നും യാതൊരുവിധ ദോഷവുമില്ല. തൂക്കുവിളക്കൊക്കെ കത്തിച്ച് വെക്കാം, നല്ലതാണെന്നാണ് പറയാറുള്ളത്. അടുത്തത് യമുന സിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഭക്ത ചോദിച്ച ചോദ്യമാണ് കേട്ടോ. ഭഗവാനെ നാമമൊക്കെ ജപിച്ചു കഴിഞ്ഞിട്ട് ആരതി എടുക്കുമ്പോൾ ഭഗവാന്റെ മുന്നിൽ നിന്നിട്ടാണോ ആരതി എടുക്കേണ്ടതെന്നാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതേക്കുറിച്ച് പറയാം. ആരതി എടുക്കുന്ന സമയത്തെ നേരെ മുന്നിലല്ല നിൽക്കുക, വടക്കോട്ട് തിരിഞ്ഞു നിൽക്കണം എന്നാണ് പറയുക. അങ്ങനെയാണ് ആരതി എടുക്കേണ്ടത് കേട്ടോ. ഇപ്പോൾ ഗുരുവായൂർ ക്ഷേത്രത്തിൽ തന്നെ നോക്കുക, ഭഗവാൻ കിഴക്കോട്ട് തിരിഞ്ഞിട്ടാണ് ഇവിടെ ഇരിക്കുന്നത്. അപ്പോൾ മേൽശാന്തി ഈ വടക്കോട്ട് തിരിഞ്ഞിട്ടായിരിക്കും നിൽക്കുന്നുണ്ടായിരിക്കുക. ദീപാരാധനയൊക്കെ കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാവുന്നുണ്ടാവും കേട്ടോ. എന്നിട്ടാണ് ആരതി ഒഴിയുക. ഭഗവാന്റെ മുഖം നല്ല വ്യക്തമായിട്ട് നമുക്ക് കാണാനും സാധിക്കും. അപ്പൊ നമ്മളും നമ്മുടെ വീട്ടിൽ ചെയ്യുകയാണെങ്കിൽ കൂടെ വടക്കോട്ട് തിരിഞ്ഞു നിന്നിട്ട് വേണം ആരതി എടുക്കാന്ന് പറയാറുണ്ട് കേട്ടോ. അപ്പൊ എല്ലാവർക്കും ചിലപ്പോൾ വടക്ക് പറ്റിയെന്ന് വരില്ല, അപ്പൊ പിന്നെ കിഴക്കും കുഴപ്പമില്ല എന്ന് പറയാറുണ്ട്. ഏറ്റവും ഉത്തമമായിട്ടുള്ള കാര്യങ്ങളാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും നല്ലത് വടക്കാന്നാ പറയാ. ഇപ്പോൾ ഭഗവാൻ ഏത് ദിശയിലേക്കാണോ തിരിഞ്ഞിരിക്കുന്നത്, അപ്പോൾ എവിടേക്ക് തിരിഞ്ഞിരുന്നാലും കുഴപ്പമില്ല എന്നൊക്കെ നമ്മൾ മുൻപ് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കിഴക്കോ വടക്കോ പടിഞ്ഞാറോ തെക്കോ എവിടേക്ക് വേണമെങ്കിലും ഭഗവാനെ തിരിച്ചു വെക്കാം, അതിലൊന്നും വിരോധമില്ല. നമ്മൾ നിൽക്കേണ്ട സ്ഥാനത്തെക്കുറിച്ചാണ് മുൻപ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആരതി എടുക്കുകയാണെങ്കിൽ വടക്കോട്ട് തിരിഞ്ഞിട്ട് വേണം ചെയ്യാനായിട്ട് കേട്ടോ. ഇപ്പോൾ ഭഗവാൻ വടക്കോട്ട് തിരിഞ്ഞിട്ടാണെങ്കിലോ നമുക്ക് കിഴക്കോട്ട് തിരിഞ്ഞ് നിൽക്കാം, അതൊന്നും കുഴപ്പമില്ല. ഇനിയിപ്പോൾ ചോദിക്കാനുണ്ടായ കാരണം എന്താണെന്ന് എനിക്കറിയില്ല. പൂജാമുറിയുടെ വലിപ്പം എന്ന് പറയുന്നത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. അപ്പം നിന്ന് തിരിയാനായിട്ടുള്ള സ്ഥലം ഒന്നും ഇല്ലെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക, സൈഡിലേക്ക് ഒതുങ്ങി നിൽക്കാനൊന്നും പറ്റിയെന്ന് വരില്ല. അപ്പം അങ്ങനെയുള്ള ഘട്ടങ്ങളിൽ മാത്രം നേരെ മുന്നിൽ നിന്നിട്ട് ആരതി എടുത്തുകൊണ്ടൊന്നും വിരോധമില്ല, നമ്മുടെ വീടല്ലേ, അതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ നല്ല മുന്നിലേക്ക് കയറി നിൽക്കരുത് കേട്ടോ. ഭഗവാന്റെ മുഖത്തേക്ക് ആ ചൂട് വരരുത്, ഭഗവാന് പൊള്ളില്ലേ. അതുകൊണ്ട് കുറച്ച് ഇറങ്ങി നിന്നിട്ട് വേണം ചെയ്യാനായിട്ട്. നമുക്ക് ഭഗവാന്റെ മുഖം നന്നായി കാണുക വേണം, ആ രീതിയിൽ വേണം ചെയ്യാനായിട്ട് കേട്ടോ. അപ്പോൾ സ്ഥലപരിമിതി ഉള്ളവർക്ക് അങ്ങനെ ചെയ്തതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അല്ലാത്തവർക്ക് കൃത്യമായിട്ട് നീങ്ങി നിന്നിട്ട് കുറച്ചൊക്കെ ഒന്ന് സൈഡ് തിരിഞ്ഞ് നിന്നിട്ട് വേണം. അപ്പോൾ നമ്മൾ ആരതി ഒഴിയുകയാണെങ്കിൽ നമ്മുടെ പുറകിൽ നിൽക്കുന്നവർക്ക് കാണുകയും കൂടെ ചെയ്യാമല്ലോ. അപ്പോൾ സൈഡ് ഒന്ന് നീങ്ങി നിന്നിട്ട് ആരതി ഒഴിയാനായിട്ട് ശ്രദ്ധിക്കാം കേട്ടോ. ഇനിയിപ്പോൾ ഭഗവാൻ മാത്രമല്ല, പിന്നെ നമുക്ക് ഭഗവതി ഉണ്ട്, അയ്യപ്പനുണ്ട്, ഗണപതി ഉണ്ട്, അങ്ങനെയൊക്കെ ഫോട്ടോസൊക്കെ അവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർക്കും ആരതി ഒഴിയാം. അതും വളരെ നല്ല കാര്യമല്ലേ. അത് ഓരോന്നായിട്ട് ഒഴിയാം, അല്ലെങ്കിൽ എല്ലാവർക്കും കൂടെ ഒരുമിച്ച് വലിയൊരു ആരതിയായിട്ട് ഒഴിയാം. ഇതൊക്കെ നമ്മുടെ ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ ചെയ്യാനായിട്ട് തോന്നിപ്പിക്കുന്നുണ്ടല്ലോ, അതാണ് ഏറ്റവും വലിയ കാര്യം.
അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ദോഷമുണ്ടല്ലോ, അങ്ങനെ വിഷമമുണ്ടല്ലോ, അങ്ങനെയൊന്നും വിചാരിച്ചിട്ട് ആരും ചെയ്യാതിരിക്കുക. നമ്മൾ എങ്ങനെ ചെയ്യുകയാണെങ്കിലും ഭഗവാൻ അത് സ്വീകരിക്കും. ഇപ്പോൾ ചോദിച്ചത് കൊണ്ട് അതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു തന്നു എന്ന് മാത്രം കേട്ടോ. അപ്പോൾ ഇനി നമുക്കത് മനസ്സിലാക്കി ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ആ ഒരു വിഷമം മനസ്സിൽ വിചാരിച്ച്, ആ ഒരു ബുദ്ധിമുട്ട് മനസ്സിൽ വിചാരിച്ച് ചെയ്യണ്ടല്ലോ. അതുകൊണ്ടാണ് പറഞ്ഞു തന്നത്. വടക്കോട്ട് തിരിഞ്ഞു നിന്നിട്ട് ആരതി എടുക്കുന്നതാണ് കേട്ടോ ഏറ്റവും ഉത്തമം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. എല്ലാവർക്കും ഉപകാരപ്രദമായിട്ടുണ്ട് എന്ന് തന്നെ കരുതുകയാണ്. നാമജപം കൂടെ പറയാം. ഇന്നലത്തെ 66,442 നാമങ്ങളാണ് കേട്ടോ ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ സമർപ്പിച്ചിരിക്കുന്നത്. ഇതിന് മുന്നത്തെ ദിവസത്തെക്കാളും ഒരിത്തിരി കുറവാണ്. ആരും മടി പിടിക്കൊന്നും വേണ്ട കേട്ടോ. നാമജപമൊക്കെ നന്നായിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകട്ടെ. ഒപ്പം തന്നെ നാരായണീയവും എല്ലാവരും പകർത്തി എഴുതുന്നുണ്ട് എന്ന് തന്നെ വിശ്വസിക്കുകയാണ് കേട്ടോ. ഞാൻ കമൻസ് ഒക്കെ കാണാറുണ്ട്, ഇന്ന് എത്ര എഴുതിയെന്നൊക്കെ പറഞ്ഞിട്ട്. 26ാമത്തെ ദശകമാണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു വീഡിയോ ഇല്ലാത്തത് കൊണ്ട് ആരും പുറകിലേക്ക് നിൽക്കണ്ടെന്നാട്ടോ പറയണത്. നമ്മുടെ വിഷ്ണുവിന് കുറച്ച് തിരക്കുണ്ട്, പിന്നെ കുറച്ച് രാവിലെ നേരത്തെ വന്നിട്ട് ചെയ്യണമല്ലോ ഷൂട്ട്. അപ്പോൾ കുട്ടികളൊക്കെ ഉറങ്ങി എണീക്കണമൊക്കെ ഉണ്ടാവുള്ളൂ. അവർ കുറച്ച് വൈകിട്ടാണല്ലോ എണീക്കുക, ചെറിയ ഉണ്ണികളല്ലേ. അപ്പോൾ അതുകൊണ്ട് എനിക്കും ഒരു ബുദ്ധിമുട്ടുണ്ട് നേരത്തെ വരാനായിട്ട്. അതുകൊണ്ടൊക്കെയാണ് കേട്ടോ അത് പറ്റാത്തത്. പക്ഷെ അതുകൊണ്ട് ആരും എഴുതാതിരിക്കൊന്നും വേണ്ട. എല്ലാവരും നാരായണിയൊക്കെ എഴുതി നമുക്ക് ഒരുമിച്ച് കൊണ്ടുപോയിട്ട് സമർപ്പിക്കാനുള്ളതാണല്ലോ. അതുകൊണ്ടാണ്. അപ്പോൾ നാരായണിയും ഒപ്പം തന്നെ എല്ലാവരും പകർത്തി എഴുതിക്കൊള്ളൂ കേട്ടോ. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഇന്ന് തൊഴാൻ പോയ വിശേഷങ്ങളും അലങ്കാരങ്ങളും പുതിയ അറിവുകളും ചോദ്യങ്ങളും മറുപടികളും ഒക്കെ ആയിട്ട് നാളത്തെ വീഡിയോയിൽ കാണാം. ഹരേ കൃഷ്ണ, ഹരേ ഗുരുവായൂരപ്പ.